നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF അംഗങ്ങൾക്ക് സ്നേഹാദരം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് സ്നേഹാദരം നൽകിയത്. ഇരിങ്ങാലക്കുടയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ട്രാവലർ വാഹനം സ്വകാര്യ ബസ്സിലിടിച്ചു. അപകടത്തിനിടയാക്കിയ ട്രാവലർ വാനുമായി ബസ് മറ്റൊരിടത്ത് തടഞ്ഞിട്ടത് രൂക്ഷമായ തർക്കത്തിനിടയാക്കി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വാർത്തകൾ വിശദമായി. ചേർപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF അംഗങ്ങൾക്ക് സ്നേഹാദരം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് സ്നേഹാദരം നൽകിയത്. KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൾ സലാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം പ്രസിഡന്റ് സുജിത് തേറമ്പത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ മെമ്പർമാരെ ആദരിക്കൽ നിർവഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി C പ്രമോദ് മുഖ്യപ്രഭാഷണം നടത്തി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് യദു കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഷിനോ മുത്തുള്ളിയാൽ, VA ഷമീർ, നിഖിത ലിബിൻ, ജസ്ന ഷിഹാബ്, നീതു മഹേഷ്, KR ദിവ്യ, ഷംനാസ് പടിഞ്ഞാട്ടുമുറി എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുടയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ട്രാവലർ വാഹനം സ്വകാര്യ ബസ്സിലിടിച്ചു. അപകടത്തിനിടയാക്കിയ ട്രാവലർ വാനുമായി ബസ് മറ്റൊരിടത്ത് തടഞ്ഞിട്ടത് രൂക്ഷമായ തർക്കത്തിനിടയാക്കി. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. ഇരിങ്ങാലക്കുടയിൽ KS സോൾവെന്റ് കമ്പനിക്ക് സമീപത്ത് വെച്ച് സ്വകാര്യ ബസ്സിൽ യാത്രക്കാരെ കയറ്റി മുന്നോട്ടെടുക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന മംഗലത്തെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഗതാഗത നിയന്ത്രണത്തെ തുടർന്ന് ചേലൂർ വഴി ഇരിങ്ങാലക്കുടയിലേക്ക് വരികയായിരുന്നു സ്വകാര്യ ബസ്. ബസ് മുന്നോട്ടെടുക്കുന്നതിനിടെ പുറകിൽ നിന്നെത്തിയ ട്രാവലർ വാൻ ബസിന്റെ മുൻവശത്ത് ഇടിക്കുകയായിരുന്നു. കർണാടകയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തരായിരുന്നു വാനിലുണ്ടായിരുന്നത്. അപകടത്തെ തുടർന്ന് ഇരുവാഹനങ്ങളിലെ യാത്രക്കാർ ഉൾപ്പെടെ സംസാരിച്ച് പ്രശ്നം തീർക്കാൻ ശ്രമിച്ചു. തുടർന്ന് സ്വകാര്യ ബസ് സർവീസ് തുടരുകയായിരുന്നു. ഇതിനിടെ ട്രാവലർ വാൻ വീണ്ടും പിന്തുടർന്നെത്തി ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്വകാര്യ ബസ്സിന് കുറുകെയിട്ട് തടയുകയായിരുന്നു. ബസ് ജീവനക്കാരിൽ നിന്ന് പണം ആവശ്യപ്പെട്ടായിരുന്നു വാഹനം തടഞ്ഞത്. കന്നഡ ഭാഷ അറിയാവുന്ന ബസ്സിലെ യാത്രക്കാരൻ ട്രാവലർ വാനിൽ ഉണ്ടായിരുന്നവരുമായി സംസാരിച്ചെങ്കിലും തർക്കം രൂക്ഷമായി തുടർന്നു. സ്വകാര്യ ബസിന്റെ റൂട്ട് സമയം തെറ്റിയതോടെ ജീവനക്കാർ യാത്രക്കാരെ മറ്റ് ബസ്സുകളിൽ കയറ്റി യാത്ര തുടരാൻ അനുവദിച്ചു. ഇതിനിടെ സംഭവത്തെ തുടർന്ന് തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഉണ്ടായത്. തർക്കത്തിനിടെ സ്ഥലത്തെത്തിയ പോലീസ് സ്വകാര്യ ബസ്സും ട്രാവലർ വാനും സ്ഥലത്ത് നിന്ന് മാറ്റി ഗതാഗതം കുരുക്ക് ഒഴിവാക്കി. അതേസമയം പോലീസ് എത്തിയതോടെ ട്രാവലർ വാനിൽ ഉണ്ടായിരുന്ന കർണാടക സ്വദേശികളായ യാത്രക്കാർ പണം വേണമെന്ന നിലപാട് മാറ്റി. അപകടമുണ്ടായ സംഭവത്തിൽ പണം ബസ്സുകാർക്ക് നൽകാമെന്ന് തിരുത്തി പറഞ്ഞാണ് ട്രാവലർ വാൻ യാത്രക്കാർ സ്ഥലം കാലിയാക്കിയത്. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. 100 കണക്കിന് വിശ്വാസികളാണ് തിരുനാൾ ആഘോഷത്തിൽ പങ്കെടുത്തത്. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ 6 മണിക്കും 8:30ക്കും വിശുദ്ധ കുർബാന അർപ്പണം നടന്നു. രാവിലെ 10:30ക്ക് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന നടന്നു. മറത്താക്കര ഇടവക വികാരി ഫാദർ ജോബ് വടക്കൻ മുഖ്യ കാർമ്മികനായി. പഴുവിൽ ഫൊറോന അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികനായി. തൃശൂർ ഫാമിലി അപ്പസ്തോലേറ്റ് സെന്റർ യൂത്ത് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ അലക്സ് മരൗട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകി. വൈകിട്ട് 4 മണിക്ക് വിശുദ്ധ കുർബാന അർപ്പിച്ചു. തുടർന്ന് നടന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. പള്ളിയുടെ 3 അങ്ങാടികൾ ചുറ്റിയായിരുന്നു തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് 7 മണിക്ക് പള്ളിയിൽ സമാപിച്ചു. തുടർന്ന് വിശുദ്ധ കുരിശിന്റെ ആശീർവാദത്തിനു ശേഷം വർണ്ണമഴയുണ്ടായി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരുമ്പൻ, ജെയിംസ് തട്ടിൽ, ആൻഡ്രു ചാലിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ
ബാബു ജോർജ് വടക്കൻ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. ഈ മാസം 25-ന് ഞായറാഴ്ചയാണ് തിരുനാൾ 8-ാം ഇടം ആഘോഷിക്കുന്നത്. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി തിരുനാളിന്റെ കൂടുതുറക്കൽ ശുശ്രൂഷ ഭക്തി നിർഭരമായി. പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ ആന്തോണിസിന്റെയും സംയുക്ത തിരുനാളിന്റെ ഭാഗമായാണ് കൂടുതുറക്കൽ ശുശ്രൂഷ നടന്നത്. ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാന നടന്നു. തുടർന്ന് പ്രസിദ്ധ ദിവ്യാഴ്ചയ്ക്ക് ശേഷം കൂടുതുറക്കൽ ശുശ്രൂഷ നടത്തി. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവർ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ സുനിൽ കുറ്റിക്കാടൻ, മാത്യു ഇരിമ്പൻ, ജെയിംസ് തട്ടിൽ, ആൻഡ്രു ചാലിശ്ശേരി, തിരുനാൾ ജനറൽ കൺവീനർ ബാബു ജോർജ് വടക്കൻ, വിവിധ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകനെ യാത്രയയപ്പും സംഘടിപ്പിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. E.T. ടൈസൺ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സക്കറിയ അധ്യക്ഷനായി. നാടൻപാട്ട് കലാകാരൻ രാജേഷ് തമ്പുരു മുഖ്യാതിഥിയായി. വൈസ് പ്രിൻസിപ്പൽ J. സദകത്തുള്ള വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. PTA പ്രസിഡന്റ് KK മണികണ്ഠൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, സീനിയർ അധ്യാപിക KC ഗംഗ, മതിലകം BPC NC പ്രശാന്ത്, SMC ചെയർപേഴ്സൺ KK കസീമ, MPTA പ്രസിഡന്റ് CS ശ്രീകല, VHC വിഭാഗം പ്രിൻസിപ്പൽ APC ജിമോൾ, കയ്പമംഗലം ഫിഷർമാൻ കോപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് RR രാജേന്ദ്രൻ, LP വിഭാഗം പ്രധാന അധ്യാപിക ജ്യോതി ശ്രീവണി, SMC മെമ്പർ KP ഷാജി, പ്രോഗ്രാം കൺവീനർ V മായാകുമാരി, വിരമിക്കുന്ന അധ്യാപകൻ EG സജിമോൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ LP വിഭാഗത്തിൽ നിന്ന് വിരമിക്കുന്ന പ്രധാന അധ്യാപിക ജ്യോതി ശ്രീവേണിയെ ആദരിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ ഉപഹാരം സമ്മാനിച്ചു. കേരള സവാരി തൃശൂർ ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഓൺലൈൻ ഓട്ടോ ടാക്സി സർവീസാണ് കേരള സവാരി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും റവന്യൂ വകുപ്പ് മന്ത്രി K രാജനും ചേർന്ന് പദ്ധതി ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്ത് ആദ്യമായാണ് സർക്കാർ ഉടമസ്ഥതയിൽ ഓൺലൈൻ ഓട്ടോ ടാക്സി പദ്ധതി നടപ്പിലാക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം, കൊച്ചി ജില്ലകളിൽ പ്രവർത്തിച്ചു വരികയാണ് കേരള സവാരി. തൊഴിൽ വകുപ്പ്, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സുരക്ഷിതവും വിശ്വസ്തരുമായ ഡ്രൈവർമാരാണ് കേരള സവാരിയുടെ പ്രത്യേകത. ജില്ലയിൽ ഏകദേശം 2400ഓളം ഡ്രൈവർമാരാണ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ളത്. സർക്കാർ അംഗീകൃത നിരക്കുകളാണ് കേരള സവാരിയിൽ ഈടാക്കുക. നിമിഷങ്ങൾക്കകം ബുക്കിംഗ് സാധ്യമാക്കുന്ന മൾട്ടി മോഡൽ ആപ്പാണ് കേരള സവാരി. ഉപഭോക്താക്കൾക്കും ഡ്രൈവർമാർക്കും ഒരുപോലെ പ്രയോജനകരമായ രീതിയിലാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. VR സുനിൽകുമാർ MLA, അഡീഷണൽ ലേബർ ഓഫീസർ രഞ്ജിത്ത് P മനോഹർ, ജനപ്രതിനിധികൾ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,180 രൂപ, പവന് 1,05,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ചേർപ്പിൽ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച UDF അംഗങ്ങൾക്ക് സ്നേഹാദരം. യൂത്ത് കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം കമ്മിറ്റിയാണ് സ്നേഹാദരം നൽകിയത്. ഇരിങ്ങാലക്കുടയിൽ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ട്രാവലർ വാഹനം സ്വകാര്യ ബസ്സിലിടിച്ചു. അപകടത്തിനിടയാക്കിയ ട്രാവലർ വാനുമായി ബസ് മറ്റൊരിടത്ത് തടഞ്ഞിട്ടത് രൂക്ഷമായ തർക്കത്തിനിടയാക്കി. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ അന്തോണിസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.